നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ മകയിരം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് എടവക്കൂറിലാണ്. അപ്പോൾ എടവക്കൂറുകാരെ സംബന്ധിച്ച് രക്ഷാസ്ഥാനത്ത് വ്യാഴമുണ്ട്, അതുപോലെ ഗുരുശുക്ര യോഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. ലഗ്നാധിപതി രക്ഷാസ്ഥാനത്ത് വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയം നേടാനായിട്ട് സാധിക്കും. സാമ്പത്തികമായ നല്ല അഭിവൃദ്ധിക്ക് യോഗമുണ്ട്, നിപുണായോഗമുണ്ട്. നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, നല്ല പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനുള്ള കഴിവ് മുതലായിട്ടുള്ള കാര്യങ്ങളും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു സമയമാണ്. 12ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ വീട് വിട്ട് അന്യദേശത്തൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മെയ് മാസത്തിൽ സാധിക്കുന്നതാണ്. എന്നാൽ മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. ശ്രീരാമേന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിൽ ചെറിയൊരു അലച്ചിലൊക്കെ ഉണ്ടാവും. 5ാം ഭാവാധിപത്യം വഹിച്ച് ശുക്രൻ സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നതിന് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. പക്ഷേ കണ്ടകശനീൻ്റെ ഒരു ദോഷമുള്ളത് കാരണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗമാണ് മിഥുനക്കൂറുകാർക്കുള്ളത്. സഹായിക്കുന്നവരുടെ പെരുമാറ്റം അപ്രിയമായി തോന്നാനുള്ള, അല്ലെ നമ്മളൊരാളുടെ അടുത്ത് നിന്ന് സഹായം പ്രതീക്ഷിച്ചാൽ അവരുടെ അടുത്ത് നിന്ന് ആ സഹായത്തിന് നേരെ വിപരീതമായിരിക്കുന്ന അനുഭവമായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെ ചെറിയൊരു ദോഷമുണ്ട്. എന്നാൽ ബാക്കി കാര്യത്തിനൊക്കെ ഗുണം തന്നെയാണ്. പക്ഷേ ഭാഗ്യസ്ഥാനത്ത് അമൃതവർഷ കണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യത്തിന് ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. ചില സമയത്ത് ഗുണഫലങ്ങൾ നന്നായിട്ട് കിട്ടും, ചില സമയത്ത് ഗുണഫലങ്ങൾക്ക് പകരം ദോഷഫലങ്ങളായിരിക്കും കിട്ടുക. അപ്പം അത് കാരണം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേസമയത്ത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വീട് വിട്ട് നിൽക്കാനാണ് യോഗം. വീട്ടിൽ നിൽക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ, ഇങ്ങനെ ഹൃദയ സംബന്ധമായിട്ടുള്ള കൈവേദന, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണ്. അതുപോലെ തൊഴിൽ സ്ഥാനത്ത് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുണ്ടെങ്കിലും ഇടയ്ക്ക് ചെറിയ തടസ്സങ്ങളോ മുടക്കങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മിഥുനക്കൂറുകാർക്ക് കർമ്മസംബന്ധമായിട്ട് നോക്കുന്ന സമയത്ത് കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ജോലിയിൽ അനുകൂലാവസ്ഥയുണ്ട്, തൊഴിലുണ്ടാകും. പക്ഷേ അതിൻ്റെ ഗ്രോത്ത് ഒരു സ്ലോ ആയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം 10ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. എന്നാൽ ശനി ഭാഗ്യാധിപതി ആയത് കാരണം കൊണ്ട് കർമ്മസംബന്ധമായിട്ട് വലിയൊരു ദോഷം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുമില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് സഹായികളായിരിക്കുന്ന വ്യക്തികൾ, അവരുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നുക, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അവർക്ക് ഒരു അകൽച്ച തോന്നുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ളത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള യാത്രകൾ കുറച്ച് ഒഴിവാക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മാസത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് മകയിരം നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.